الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ومن شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ولا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم. صدق الله ورسوله النبي الكريم. ونحن على ذلك من الشاكرين والشاكرين. الحمد لله رب العالمين. إذا شئت أن تحيا حياة طويلة والتغنام في الدنيا أمان في الأخرى فصل على خير الأنام محمدا يصلي عليك الله عن مرة عشرا. ഏറ്റവും ബഹുമാനമായ ഏറ്റവും കാരണമായ സാമൂഹികമായ പ്രിയമുള്ള ജനങ്ങൾ വളരെ പവിത്രമായ വെള്ളിയാഴ്ച രാവിലെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ മസ്ജിദിൽ സ്വലാത്തിന്റെ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതിനെ ചൊല്ലിയതിലെയും എല്ലാം കാരണങ്ങളും നാളെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവരോടും ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒക്കെ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ബന്ധപ്പെട്ടത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഒരു സാധാരണ ബന്ധം അല്ല. നമുക്ക് മാതാപിതാക്കളോടുള്ള അല്ലെങ്കിൽ സഹോദര സഹോദരിമാരോടുള്ള അല്ലെങ്കിൽ മറ്റു കൂട്ടുകുടുംബങ്ങളോടുള്ള ബന്ധം പോലെ അല്ല, മറിച്ച് വളരെ അഭേദ്യമായ അവാച്യമായ ഒരു ബന്ധമാണ്. അന്നബിയു ഔലാദുൽ മുഅ്മിനീൻ
മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ദലുൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനാണ്. സയ്യിദുൽ മഖ്ലൂഖീൻ, സൃഷ്ടികളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ നേതാവിനോട് അണികൾക്ക് ബന്ധമുള്ളതുപോലെ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ബന്ധമാണ് മുഴുവൻ സൃഷ്ടികളുടെയും മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ ജിന്നുകളുടെയും മാത്രമല്ല മുഴുവൻ മലക്കുകളുടെയും എന്നു മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ഒഴികെയുള്ള മുഴുവൻ അല്ലാഹു തആലയുടെ സൃഷ്ടികളുടെയും മുഴുവൻ നേതാവായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളോടുള്ള ആത്മീയമായിരിക്കുന്ന ബന്ധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതൊരു കേവലം ഒരു ഉത്ബോധനത്തിന്റെ സദസ്സിലോ മറ്റുള്ള സമയങ്ങളിലോ മാത്രമല്ല, ജീവിതത്തിലുടനീളം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കടപ്പാടും ബന്ധവുമുള്ളത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഉറക്കെ പറയുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വിചാരങ്ങളിലും വികാരങ്ങളിലും മുഴുവൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ലോകത്ത് 5 നേരം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായിരിക്കുന്ന 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്കിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, അത് കേവലം കേരളത്തിലോ ഇന്ത്യയിലോ എന്ന് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും പല സമയങ്ങളിലായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനാണ്, ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. നബി തങ്ങളോടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിന്റെ പ്രകടനമാണ്. ഇനി കണ്ടോ നിങ്ങൾ, ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഭാഗം ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണമെന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വലത്തെ ചെവിയിലൂടെ ബാങ്കിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉറക്കെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ കേൾപ്പിക്കണം. അതുപോലെ കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ ഇഖാമത്തിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഉറക്കെ കുഞ്ഞിനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം.
ഇത് ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന്റെ കാതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം കേട്ടുകൊണ്ടിരിക്കണം. ആ കാതിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന നാമം ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കണം, പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞിനിക്ക് ബാങ്കും ഇഖാമത്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചവരാണ്. ഇനി എൻ്റെ മുഅ്മിനീങ്ങളെ, ആ കുഞ്ഞിനിക്ക് പേരിടേണ്ടത്, ആ കുഞ്ഞിന് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് പേരിടേണ്ടത് മുഹമ്മദ് എന്നാണ്. നമ്മൾ മുഹമ്മദ് എന്ന് ചേർത്തുകൊണ്ട് നമ്മൾ കുഞ്ഞിന് പേരിടാറുണ്ട്. അബ്ദ് എന്ന് ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ നാമങ്ങൾ കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉൾക്കൊള്ളുന്ന പേരാണ്. അങ്ങനെയാണ് കുഞ്ഞിന് പേരിടേണ്ടത്. പക്ഷെ ഇന്ന് പേരിടുന്ന രൂപങ്ങളൊക്കെ മാറിപ്പോയി. പേര് കുഞ്ഞിനിടുന്ന രൂപങ്ങളൊക്കെ നമ്മളിന്ന് ഓരോ കുട്ടികളും മുസ്ലിങ്ങളാണെന്ന് അറിയപ്പെടുന്ന, ഇസ്ലാമിക നാമധാരികളാണെന്ന് അറിയപ്പെടുന്ന നമ്മുടെ മക്കളുടെ പേരുകൾ ഇന്ന് ഇടുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നവരാണ് പല രക്ഷിതാക്കളും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഇന്ന് കേൾക്കുന്ന പേരുകൾ എനിക്ക് ഏത് പേരാണ്, ഏത് ഭാഷയാണ്, ഇത് ഏത് ജാതിയിൽപ്പെട്ട പേരാണ് എന്ന് പോലും ആശ്ചര്യപ്പെടുന്ന രൂപത്തിലുള്ള പേരുകളാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൻ്റെ തലഭാഗമോ അല്ലെങ്കിൽ വാലിൻ്റെ ഭാഗമോ ചേർത്ത് കൊണ്ടിടുന്ന പേര് അത് വളരെ സന്തോഷമായിട്ട് തരുന്നവരാണ് പല ആളുകളും. ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പേരുകൊണ്ട് തന്നെ പലരും അവസാനം അവതാളത്തിലായിട്ട് ലാസ്റ്റ് വിരൽ കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദനാജനകമായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പല പേരുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുമ്പ് ബാപ്പു സൂറ എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾക്ക് ജനിച്ച ഒരു കുട്ടിക്ക് പേരിടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. സാധാരണഗതിയിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും പേര് ചേർത്തുകൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന പേര് പല രക്ഷിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഉസ്താദുമാരോടൊക്കെ അതിന്റെ അർത്ഥം മുമ്പൊക്കെ കാലത്തൊക്കെ പേരിടാണെങ്കിൽ ചോദിക്കാറുണ്ട്. ഉസ്താദിനോട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പേര് മുമ്പിലിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടുന്നവരുണ്ട് നല്ല രക്ഷിതാക്കളാണ്. എന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പേരിട്ട് പിന്നീട് ഇതിന്റെ അർത്ഥം അവതാളത്തിലായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വിരൽ കടിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ബാപ്പു സൂറ എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾക്ക് ജനിച്ച ആ കുഞ്ഞിന് പേരിടാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. അങ്ങനെ ബാപ്പു എന്നുള്ള ഉപ്പയുടെ പേരിൽ നിന്ന് ബാവുമെടുത്ത് സൂറ എന്നുള്ള ഉമ്മയുടെ പേരിൽ നിന്ന് സൂറുമെടുത്ത് അവസാന കുട്ടിക്ക് പേരിട്ട് ബാസു എന്ന് പേരിട്ട് അവസാനം പേരിട്ട് ആ കുട്ടിയെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമായപ്പോൾ ആ കുട്ടിയെ മദ്രസയിൽ കൊണ്ട് ചേർത്തപ്പോൾ കുട്ടിയുടെ പേര് ചെറുസ്താദ് ചോദിച്ചപ്പോൾ കുട്ടിയുടെ പേര് ബാസു. ആ ബന്ധപ്പെട്ട് പോയി. ചതുരസ്താദ് എന്ത് പേരാണ്, ആരാണ് പേരിട്ടത്, കുട്ടിനെ അങ്ങനെ ചേർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് നല്ല കുട്ടി നല്ല ഉഷാറാണെന്ന് പറഞ്ഞു. കുട്ടി ഉഷാറായതുകൊണ്ട് പേര് മോശപ്പെട്ട പേരാണെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് പേരിൻ്റെ അർത്ഥം? പേരുടനെ മാറ്റം. എന്താ ബാസൂർ എന്ന് പറഞ്ഞ മൂലപ്പൂരാണ് എന്ന ഉസ്താദ് പറഞ്ഞു. അപ്പോഴാണ് അജ്ജയെ പറ്റിച്ചല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഈ അവസ്ഥയിലുള്ളവരോട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് പേരിടണമെങ്കിൽ നല്ല അർത്ഥമുള്ള ഇസ്ലാമികപരമായിട്ടുള്ള പേരുകൾ കൊണ്ടാണ് നമ്മുടെ മക്കൾ അറിയപ്പെടേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഇസ്ലാമികപരമായിരിക്കുന്ന പേരിടണം. കാരണം ആഖിറത്തിൽ അവൻ വിളിക്കപ്പെടുന്നത് അവന്റെ പേരുകൊണ്ടാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ് നമ്മുടെ മക്കൾക്ക് ധരിപ്പിക്കേണ്ടത്, നമ്മുടെ മക്കളെ വിളിക്കപ്പെടേണ്ടത്. ഇനി നമ്മുടെ കുട്ടി പേരിട്ടുകൊണ്ട് ആ കുട്ടി അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ആ കുട്ടിക്ക് വിഷയങ്ങളൊക്കെ അല്പം മനസ്സിലാകുന്ന സമയമെത്തുമ്പോ, ആ കുട്ടിക്ക് വിഷയങ്ങൾ ഓരോന്ന് പഠിക്കേണ്ട സമയമെത്തുമ്പോ ആ കുഞ്ഞിനെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നേതാവാകുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെക്കുറിച്ചാണ്, നബി തങ്ങളുടെ സംഭവത്തെക്കുറിച്ചാണ്, നബി തങ്ങളുടെ കൊച്ചു കൊച്ചു കഥകളെക്കുറിച്ചാണ്, നബി തങ്ങളുടെ ചരിത്രമാണ് ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നബിയെ പരിചയപ്പെടുത്തി കൊടുക്കണം ആ കുഞ്ഞിന്. നമ്മുടെ രക്ഷിതാവാരാണ്, നമ്മെ സൃഷ്ടിച്ചവനാരാണെന്ന് ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നത് ആരാണെന്ന് നിനക്കറിയുമോ? ഈ ലോകവും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ കാര്യങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവൻ ഏകനാണ്. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. നമ്മെ സൃഷ്ടിച്ചവൻ അവനാണ്, നമുക്ക് ആരോഗ്യം നൽകുന്നവൻ അവനാണ്, നമുക്ക് ഭക്ഷണം നൽകിയവൻ അവനാണ്, നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താശേഷി നൽകിയവൻ അവനാണ്, നമുക്ക് ശ്വസിക്കാൻ വായു നൽകിയവൻ അവനാണ്, നമുക്ക് എല്ലാ സംവിധാനങ്ങളും തന്നവൻ അവനാണ്, നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി തന്നത് ആ സൃഷ്ടാവാണ് മോനെ എന്ന് നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവനെ ആരും പ്രസവിച്ചിട്ടില്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടുമില്ല. അവനോട് യോജിച്ച മറ്റൊരു വസ്തുവുമില്ല, മറ്റൊരു സൃഷ്ടിയില്ല. എല്ലാം അവൻ സൃഷ്ടിച്ചവനാണ്, എല്ലാം അവന്റെ സൃഷ്ടികളാണ് എന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവന്റെ ദൂതനായ അവന്റെ എല്ലാ സൃഷ്ടികളുടെയും നേതാവായ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ സൃഷ്ടികളുടെയും നേതാവാണ്, എല്ലാ ജീവജാലങ്ങളുടെയും നേതാവാണ്, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണദൂതരാണെന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പൊന്നുമോനെ, നമ്മുടെ നേതാവിന്റെ പേരെന്താണ്? ഇന്ന് നമ്മുടെ മക്കൾക്ക് മുഴുവൻ എല്ലാ കളിക്കാരുടെയും പേരുകൾ കാണാതെ അറിയുന്നവരാണ്. ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ചോദിച്ചാൽ നമ്മുടെ മക്കൾ എണ്ണിക്കൊണ്ടവർക്ക് പറയാൻ കഴിയും. സിനിമാ താരങ്ങളുടെ പേരുകൾ എന്താണെന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഈസിയായിട്ട് എണ്ണാൻ കഴിയും. സിനിമാ നടിമാരുടെ പേരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും. എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾ പഠിക്കുന്നത് റൂട്ടുകൾ മാറിക്കൊണ്ടാണ്. നമ്മുടെ മക്കൾ പഠിച്ചു വളരുന്നത് മോശപ്പെട്ട വഴിയിലൂടെയാണ്. പ്രിയപ്പെട്ട എന്റെ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മുടെ മക്കളുടെ റൂട്ട് എങ്ങോട്ടാണ്, എന്തവര് പഠിക്കുന്നു, അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നീതി അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സത്യത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റി അസത്യത്തിന്റെ മാർഗത്തിലൂടെ അധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ മോശമാണ്. നമുക്കറിയാം, ഈ കമ്പ്യൂട്ടറിന്റെയും ഈ ഹൈടെക് യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ പഠിക്കുന്നത്, അവർ പഠിക്കുന്നത് മുഴുവനും എങ്ങനെയാണ് ബഹുമാനമെന്ന് പഠിക്കാത്ത, നമ്മുടെ സ്വന്തം മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാതെ, നമ്മുടെ ഉപ്പയെ എങ്ങനെ ബഹുമാനിക്കണം, നമ്മുടെ കൂട്ടുകാരനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് നമ്മളെ കൂട്ടുകാരാക്കേണ്ടത്, എന്താണ് നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവരേണ്ടത്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, ഉമ്മയെ ബഹുമാനിക്കണമോ ഉപ്പയെ ബഹുമാനിക്കണമോ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ മക്കളുടെ റൂട്ടുകൾ നമ്മൾ അറിയണം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു എന്ന് നമ്മൾ അറിയാൻ കഴിയണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവർ പലതിലേക്കും ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, അതുപോലെ ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, കള്ളിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഉപ്പമാരെ, എൻ്റെ ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കാറുണ്ടോ?
എത്രയെത്ര മക്കളാണ് അവർ റോട്ടുകൾ മാറിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. നമ്മുടെ മക്കളാണ് അവർ, നമ്മുടെ പൊന്നോമനകളാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവരാണ്, നമ്മെ ഓർക്കേണ്ടവരാണ്, നമുക്ക് വേണ്ടി ദിക്റിന്റെ മജ്‌ലിസ് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ടവരാണ്, നമുക്ക് വേണ്ടി നാളെ ഖബറിലെത്തുമ്പോ യാസീൻ ഓതിക്കൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട മക്കളാണ്. ആ മക്കൾ റൂട്ട് മാറിക്കൊണ്ട്, ആ മക്കൾ റൂട്ട് മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. ആ മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവർക്ക് ധാർമ്മികപരമായിരിക്കുന്ന അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. മക്കൾ മദ്രസ സംവിധാനത്തിലുള്ള പഠനം കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ള ചിട്ടയില്ല. ഇസ്ലാമികപരമായിട്ട് ഒരറിവും പഠിക്കാതെ അധാർമികപരമായി കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമുക്കറിയാം. ഇന്ന് കയ്യിൽ മൊബൈലുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്, നെറ്റുകൾ എപ്പോഴും ഓണാണ്. ഈ നെറ്റിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ മെസ്സേജുകൾ അയക്കുന്നത്, അവർ കോളുകൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് അവരുടെ ബന്ധമെന്നറിയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നത്തെ സമൂഹം എങ്ങനെയാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വന്തം മക്കൾ തന്നെ ഉമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നവർ, ഉപ്പയെ നിഷ്ഠൂരമായി വധിച്ചുകൊണ്ടിരിക്കുന്നവർ. അറിയില്ലേ നമുക്ക് എത്രയെത്ര പ്രശ്നങ്ങളാണ്, എത്രയെത്ര വിഷയങ്ങളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ, നമ്മൾ അറിയുമ്പോ വളരെ വിഷമമാണ്, ദുഃഖമാണ്, വളരെ പ്രയാസമാണ്. സ്വന്തം മക്കൾ, ഉമ്മയെ ബഹുമാനിക്കേണ്ട മക്കള്, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട മക്കള്, ഉമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന, ഇസ്ലാമിന്റെ നാമധാരികളായിട്ട് അറിയപ്പെടുന്ന നമ്മുടെ മക്കളെ റൂട്ടുകൾ മാറുമ്പോ അതിന് തീർച്ചയായിട്ടും ഉത്തരവാദികൾ നാം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കൂടുതൽ വർഷങ്ങളായിട്ടില്ല ഈ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കല്ലാച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാകും. ആ ചെറുപ്പക്കാരൻ എന്താ പ്രശ്നം? ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. കഞ്ചാവിന് അടിമപ്പെട്ടുപോയി ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അല്ല, ഇസ്ലാമികപരമായി ജീവിക്കുന്ന ഉമ്മയുണ്ട്, ഇസ്ലാമികപരമായി കൊണ്ട് ജീവിക്കുന്ന ഉപ്പയുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. ഈ ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലഹരിക്കടിമപ്പെട്ടുപോയി. ചെറുപ്പക്കാരൻ ഉമ്മയോട് സ്വല്പം കാശ് ചോദിച്ചപ്പോ, സാമ്പത്തികമായി കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കാശ് ഉമ്മയോട് ചോദിക്കുകയാണ്. ഒരിക്കലും കാശ് തരില്ല എന്ന് ഉമ്മയെ തീർത്തു പറഞ്ഞപ്പോ, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞതുപോലെ വളരെ ലാളിച്ചുകൊണ്ട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, സന്തോഷത്തോടെ വളർത്തിയ ഉമ്മയെ വീട്ടിലുണ്ടായിരുന്ന മുട്ടി കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന വടി കൊണ്ട്, ദണ്ടുകൊണ്ട് ഉമ്മയുടെ തലക്ക് പ്രഹരിച്ചു. ആ പൊന്നുമോന്റെ പ്രഹരമേറ്റുകൊണ്ട് നിലത്ത് വീണുപോയിരിക്കുന്ന ഉമ്മ തലയിൽ നിന്ന് ധാരധാരയായി രക്തം പൊട്ടിവിടരുകയാണ്, പൊട്ടി ഒഴുകുകയാണ്. നിലത്ത് പതിച്ചുകൊണ്ട് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഉമ്മ സ്നേഹത്തോടെ മോനെ വിളിച്ചു, മോനെ എന്തിനാ എന്നെ കൊന്നുകളയുന്നത് മോനെ എന്ന് ഉമ്മ സ്നേഹത്തോടെ മകനെ വിളിച്ചു. പക്ഷേ ഉമ്മയുടെ ആ ദയനീയ വിളി കേൾക്കാൻ മകന് മനസ്സില്ല. കാരണമെന്തേ? മകന് ലഹരിക്കടിമപ്പെട്ടുപോയി, മകന് ബോധമില്ലാത്ത അവസ്ഥയാണ്. ഉമ്മയെ സ്നേഹിക്കേണ്ടതാണ്, ഉമ്മയോട് എന്നൊരു വാക്കുപോലും പറയരുതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞത്? ഉമ്മക്ക് വിഷമമുള്ള ഒരു വാക്ക് പോലും, ഒരു ചെറിയ ഒരു പ്രവൃത്തി, ഒരു ചെറിയ ഒരു വാക്ക് പ്രവൃത്തി വേണമെന്നില്ല.
ഒരു ചെറിയ വാക്കുകൊണ്ട് ഉമ്മക്ക് വലിയ വിഷമമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പക്ക് വിഷമമുണ്ടെങ്കിൽ ആ പ്രവൃത്തി പോലും ചെയ്യരുതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഉമ്മയുടെ സ്ഥാനം എത്രയാണ്, ഉപ്പയുടെ സ്ഥാനം എത്രയാണ്. ആ ഉപ്പയെ ബഹുമാനിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മയെ സഹായിക്കണം, ഉപ്പയെ സഹായിക്കണം. ഉപ്പക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ഉപ്പക്ക് വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ ഉമ്മക്ക് വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ഖബറിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു കൊടുക്കണം. എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുൽ മിനർ റഹ്മത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നീ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്ദയുടെ ചിറകിനെ താഴ്ത്തിക്കൊടുത്തോ. എന്താ നിന്ദയുടെ ചിറക്? അവരുടെ മുമ്പിൽ നിസ്സാരമാവാൻ നമുക്ക് കഴിയണം. നാം ഏറ്റവും ഉയർന്നിട്ടുണ്ടെങ്കിലും, നമ്മുടെ സാമ്പത്തികമായി എത്ര ഉയർന്നാലും, നമ്മുടെ രാഷ്ട്രീയമായി ഉയർന്നാലും, അതല്ലെങ്കിൽ മറ്റു മേഖലകളിൽ അറിയപ്പെട്ടവനാണെങ്കിലും, നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നമുക്ക് വലിയ പത്രാസ് നടിക്കാൻ സാധ്യമല്ല. നമുക്ക് ഹുങ്ക് നടിക്കാൻ അവകാശമില്ല. നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഉപ്പയുടെ മുമ്പിൽ താഴ്മയോടെ വിനയത്തോടെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ച് അവരുടെ പൊരുത്തം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഉമ്മയുടെ പൊരുത്തം നമ്മുടെ ഉയർച്ചയുടെ നിദാനമാണ്, ഉയർച്ചയുടെ മാനദണ്ഡമാണ്. അറിയില്ലേ നമുക്ക് മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് ഔലിയാക്കളുടെ നേതാവാണ്, ഖുതുബുൽ അഖ്താബാണ്, മുഴുവൻ ഖുതുബീങ്ങളുടെയും ഖുതുബാണ് മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളുടെ മർത്തബയിൽ നിന്നും ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളഞ്ഞു. എന്താണ്? ബഹുമാനമാണ്, ആദരവാണ്. ഏത് വിഷയത്തിലും ആദരവുണ്ടായോ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. ചെറിയവർ വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കണം. മൂത്തവരെ കാണുന്ന സമയത്ത് അവരോട് ബഹുമാനം വേണം. നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ, നമ്മുടെ ഉമ്മ നമ്മുടെ അടുത്തേക്ക് കയറി വരുമ്പോ ഉമ്മയെ ബഹുമാനിക്കണം, എഴുന്നേറ്റുകൊണ്ട് ഉപ്പയെ ബഹുമാനിക്കണം. അങ്ങനെ നമുക്ക് മനസ്സുണ്ടാവാൻ കഴിയണം. ഉപ്പയോട് സലാം പറയണം, ഉമ്മയോട് സലാം പറയണം. അവരോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ വസിയത്ത് ചെയ്യണം, ആവശ്യപ്പെടണം. അവരുടെ ദുആ നമ്മുടെ ഉയർച്ചയുടെ ഏറ്റവും വലിയ നിദാനമാണ്, ഉയർച്ചയ്ക്ക് കാരണമാണ്. മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെറിയ കുട്ടിപ്രായത്തിൽ പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോകുമ്പോ ഉമ്മ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, പൊന്നുമോനെ, ഇൽമു പഠിക്കാൻ വേണ്ടി നിന്നെ ഞാൻ പറഞ്ഞയക്കുകയാണ്. ഒരിക്കലും പൊന്നുമോൻ സമയങ്ങൾ വെറുതെ പാഴാക്കിക്കളയരുത്. ഒരിക്കലും കളവ് പറഞ്ഞു പോകരുത്. ആരോടും കളവ് പറയരുത്. നല്ല ഉപദേശമാണ് ഉമ്മ മക്കൾക്ക് കൊടുക്കേണ്ടത്. മാതാപിതാക്കൾക്ക് മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല ഉപദേശമാണ്. മക്കൾ മദ്രസയിൽ പറഞ്ഞയക്കുമ്പോ കുട്ടിയോട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല. കുട്ടി ഒരു ദിവസം മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് പിന്നീട് മദ്രസയിൽ പോകാൻ കഴിയും. ഉമ്മ, ഞാനിന്നലെ മദ്രസയിൽ പോയിട്ടില്ല, ഇനി എന്ത് പറയും? ഉസ്താദിനോട് എന്തായാലും ഒരു കാരണം പറയണം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, നീ തൽക്കാലം പനിയാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തലവേദനയായിരുന്നു ഉസ്താദിനോട് പറഞ്ഞു. സത്യത്തിൽ ആ കുട്ടിക്ക് ഒരു തലവേദനയില്ല, ഒരു പനിയുമില്ല. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ട എൻ്റെ അമ്മകളെ, സഹോദര സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് കളവ് പറഞ്ഞല്ല നമ്മൾ ശീലിപ്പിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കളവ് പറഞ്ഞു പോകരുത് എന്ന് നമ്മുടെ മക്കളോട് ഉപദേശിക്കണം. ആ കുട്ടികൾ വഴിതെറ്റാൻ ആ ഒരു വാക്ക് മതി ഒരു കാരണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ
നമ്മുടെ മക്കളെ ഉയർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, മഹാനായിരിക്കുന്ന ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ഒരിക്കലും ജീവിതത്തിൽ കളവ് പറഞ്ഞു പോകരുത്. ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും കളവ് പറയൂല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും കളവ് സംഭവിക്കാൻ പാടില്ല എന്ന് ഉമ്മ മകന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. കളവ് പറയുന്നത് അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഹൽ മുനാഫിഖ് ഇന്നൽ മുനാഫിഖ, മുനാഫിഖായ മനുഷ്യൻ, ആ മുനാഫിഖായ മനുഷ്യന് മൂന്ന് കാര്യം. എന്താണ് മൂന്ന് കാര്യം? ഒന്ന്, വായ തുറന്നാൽ കളവ് പറയുന്നത് അത് നിഫാഖിന്റെ അടയാളമാണ്, കാപ്പട്യത്തിന്റെ അടയാളമാണ്. അതുപോലെ ഒരു വാക്തത്വം ചെയ്താൽ വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അത് കാപ്പട്യത്തിന്റെ അടയാളമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. മഹാനായിരിക്കുന്ന ഉമ്മ ഉപദേശിച്ചു കൊടുക്കുന്നത് നല്ല നല്ല ഉപദേശങ്ങളാണ്. ഒരിക്കലും കളവ് പറഞ്ഞു പോകരുതെന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ 40 സ്വർണ്ണ നാണയം തന്റെ പോക്കറ്റിൽ തുന്നി ചേർത്ത് കൊടുത്തുകൊണ്ട് ഉമ്മ മകനെ പറഞ്ഞയക്കുകയാണ്. ഉമ്മ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കുന്നു. ആ കുഞ്ഞിന്റെ സത്യസന്ധത കണ്ടുകൊണ്ടാണ് വഴി യാത്രക്കാരാകുന്ന കൊള്ള സംഘം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ പൊന്നുമോന് ഉമ്മയുടെ പ്രാർത്ഥന ലഭിച്ചതിന്റെ കാരണമായി, ഉമ്മയുടെ ദുആ ലഭിച്ചതിന്റെ കാരണമായി, ഉമ്മയുടെ പൊരുത്തം ലഭിച്ചതിന്റെ കാരണമായി ആ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളുടെ നേതാവായിട്ട് ഉയർത്തിക്കളഞ്ഞു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഉമ്മയെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം, ഉമ്മമാരെ സ്നേഹിക്കാൻ കഴിയണം. ഉമ്മയുടെ ദുആ നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമാണ്. ആ ഹമീദ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉമ്മയെ പ്രഹരിച്ചു കളഞ്ഞു. നിലം പതിച്ചുകൊണ്ട് രക്തം വാർന്നു വഴിയിട്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ആ ഉമ്മ മകനെ വിളിക്കുന്നു, മോനെ എന്നെ കൊല്ലുകയാണോ മോനെ എന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഉമ്മയുടെ ദയനീയമായിരിക്കുന്ന വിളി കേൾക്കാൻ മകന് മനസ്സില്ല. കാരണം മകൻ ലഹരിക്കടിമപ്പെട്ടു പോയിട്ടുണ്ട്. മകൻ ലഹരിക്കടിമപ്പെട്ടു പോയ മകനാണ്. ആ മകൻ ഉമ്മയെ കൊന്നതിന് ശേഷം കയ്യിലുള്ള കണ്ടെടുത്തുകൊണ്ട്, കയ്യിലുള്ള വടിയെടുത്തുകൊണ്ട് ഉമ്മയെ പ്രഹരിച്ചതിന് ശേഷം ആ മകൻ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി ചെല്ലുന്നു. അകത്തളത്തിലേക്ക് കയറി ചെന്നപ്പോ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്നിറങ്ങുന്ന തന്റെ പിതാവും അമ്മാവനും കിടന്നിറങ്ങുകയാണ്. ഹമീദിന് കയ്യിൽ കിട്ടിയത് വീട്ടിലുണ്ടായിരുന്ന വലിയ കടാരയാണ്. ആ കടാരയും ഊരിപ്പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം പിതാവിനെയും സ്വന്തം അമ്മാവിനെയും ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് കൊലപ്പെടുത്തുന്നു. ഒന്നുമറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഈ 2 മനുഷ്യന്മാർ പിടഞ്ഞുകൊണ്ട് ഹമീദിന്റെ കുത്തേച്ചുകൊണ്ട് മരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിഷ്ഠൂരമായ കൊലക്ക് ഉത്തരവാദി ആരാണ്? ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കൊലക്ക് കാരണം ഉണ്ടായത് എന്താണ്? തീർച്ചയായിട്ടും മാതാപിതാക്കളെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തേണ്ടതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മകനെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അവൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? അവൻ എന്ത് പറഞ്ഞു കൊടുക്കണം? അവൻ എന്ത് ഉപദേശിച്ചു കൊടുക്കണം? അവന് എങ്ങനെയാണ് നമ്മൾ മാതൃകയാവേണ്ടത്? നമുക്ക് സത്യസന്ധമായിക്കൊണ്ട് ആ മകൻ ഉപദേശിച്ചുകൊണ്ട് മാതൃകയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ മക്കൾക്ക് നല്ല റൂട്ടിലൂടെ വഴി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ നാം നിസ്കരിക്കുന്നവരായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
5 വഖ്ത് ഖളാ ആകാതെ നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ നമുക്ക് കഴിയണം. മക്കള് ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് കയ്യിലുള്ള മൊബൈൽ ഫോൺ തുറന്നു വെച്ചുകൊണ്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു മക്കള്, ആ മക്കളെ നന്മ ഉപദേശിച്ചുകൊണ്ട്, എടാ മോനെ, ഈ സമയത്ത് മൊബൈൽ തുറന്നു നോക്കല്ല, നിസ്കാരത്തിന്റെ സമയമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നതില്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നത് നീ കേട്ടില്ലേ മോനെ? അതുകൊണ്ട് പള്ളിയിലേക്ക് പോയി നിസ്കാരം നിർവഹിക്കൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. സുബഹിയുടെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പൊന്നോമനകളെ വിളിച്ചുണർത്തിക്കൊണ്ട് ആ മക്കളെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജമാഅത്തിലൂടെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട്, ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മക്കള് വളരുമ്പോ ആ മക്കള് നമ്മ ഓർക്കുന്ന മക്കളാവാൻ നമുക്ക് കഴിയും. ആ മക്കള് നമ്മളെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ, ഇതെന്റെ ഉമ്മയാണ് ഈ ഖബറിൽ കിടക്കുന്നത്, എന്റെ ഉമ്മയാണ്, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ്, എനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ഉമ്മയാണ്, ഉപദേശം നൽകിയ ഉമ്മയാണ്. ഞാൻ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ എനിക്ക് നല്ല റൂട്ട് പറഞ്ഞു തന്നുകൊണ്ട്, നിസ്കരിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട്, നന്മകൾ ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് എന്നെ വളർത്തിയ മാതാപിതാക്കളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ, നമുക്ക് യാസീൻ ഓതി ദുആ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ മക്കൾ സത്യത്തിന്റെ റൂട്ടിലൂടെ സഞ്ചരിക്കണം. നന്മകൾ ജീവിതത്തിൽ പകർത്തുന്ന മക്കളായി മാറാൻ കഴിയണം. അങ്ങനെയുള്ള മക്കൾക്ക് മാതാപിതാക്കളെ ഓർക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടുപോയി. ഉമ്മമാരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുപോയി, പിതാക്കളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുപോയി. എന്താണ് സ്വന്തം ജ്യേഷ്ഠനോട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ജ്യേഷ്ഠനെ ബഹുമാനിക്കേണ്ടത്, പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത മക്കളാണ്. ധാർമ്മികപരമായിക്കൊണ്ടുള്ള അറിവില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മക്കളെ സത്യത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മക്കള് അറുകൊല ചെയ്യുന്ന മക്കളായിട്ട് മാറുകയാണ്. സ്വന്തം ഉമ്മയെ നിഷ്ഠൂരമായിട്ട് കൊല്ലുന്ന മക്കളായി മാറുകയാണ്. സ്വന്തം പിതാവിനെ അറുകൊല ചെയ്യുന്ന മക്കളായി മാറുകയാണ്. കാരണം ധാർമ്മികപരമായിരിക്കുന്ന അറിവില്ലാത്തവരാണ്, ഇസ്ലാമികപരമായിരിക്കുന്ന വിവരമില്ലാത്ത മക്കളാണ്. ആ മക്കള് നമ്മുടെ ജീവിക്കേണ്ട റൂട്ടുകൾ അറിയാത്ത മക്കളായി പോയി. എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് തആല നമ്മളെ സൃഷ്ടിച്ചത് 1 ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ആയുസ്സിനെ വെറുതെ ചിലവഴിക്കാൻ പാടില്ലെന്ന്, നമ്മുടെ ആരോഗ്യം വെറുതെ ചിലവഴിക്കാനുള്ളതല്ലെന്ന് ചിന്തിക്കാൻ കഴിയാത്ത മക്കളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യം അവന്റെ ഇബാദത്തിനായി ചിലവഴിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മുഴുവൻ സമ്പത്തുകളും, നമുക്ക് തന്ന മുഴുവൻ സംവിധാനങ്ങളും ആ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് മുഴുവൻ സംവിധാനങ്ങളും നമുക്ക് ഏർപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, ആ റബ്ബിനെ അറിഞ്ഞുകൊണ്ട്, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നുള്ള ബോധത്തോടുകൂടെ, ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മാതാവിനെ നമുക്ക് തള്ളിപ്പറയാൻ സാധ്യമല്ല. നമ്മുടെ മാതാവിനെ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. നമ്മുടെ പിതാവിനെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും നീ അവനെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അവൻ മറ്റു മതക്കാരനാവാം, വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവനാകാം, പക്ഷേ നീ അവനെ സ്നേഹിക്കാൻ കഴിയണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ
വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് അയൽവാസികളെ സ്നേഹിക്കാൻ കഴിയണം, സഹായിക്കാൻ കഴിയണം. അത് ശാരീരികമായിട്ടുള്ള സഹായമാവാം, സാമ്പത്തികമായിട്ടുള്ള സഹായമാകാം. ഇന്ന് സഹായം നഷ്ടപ്പെട്ടുപോയി. ഇന്ന് സാമ്പത്തികമായ സഹായം മറ്റുള്ള ലാഭത്തിനു വേണ്ടിയായി മാറിപ്പോയി. ഒന്നുകിൽ രാഷ്ട്രീയത്തിന്റെ ലാഭത്തിനു വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന ലാഭം കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായം. തന്റെ കൂട്ടുകാരനെ കാണുന്നത് അങ്ങനെയാണ്, തന്റെ മാതാപിതാക്കളെ പോലും കാണുന്നത് അങ്ങനെയായി മാറുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനാണ്, അടുത്തുള്ളത് നമ്മുടെ കൂട്ടുകാരനാണ്, സുഹൃത്താണ്. നമുക്ക് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായി മാറണം. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചില്ലേ, ഈ ഒറീസ എന്ന് പറയുന്ന സ്ഥലത്ത്, കലഹന്തി എന്ന് പറയുന്ന ജില്ലയിൽ, ദാനാമാന്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ ഭാര്യ അസുഖം മോചിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ സ്ത്രീ മരണത്തോട് മെല്ലടിച്ചുകൊണ്ട് അവസാനം ആ സ്ത്രീ മരണപ്പെട്ടുപോയി. ആ സ്ത്രീ മരണപ്പെട്ടു പോയപ്പോൾ ഈ ധാരാമാന്തി എന്ന് പറയുന്ന മനുഷ്യൻ, ഈ ദരിദ്രനായ പാവപ്പെട്ട മനുഷ്യൻ തന്റെ ഭാര്യ വീട്ടിലേക്ക് മരണപ്പെട്ടു പോയിരിക്കുന്ന തന്റെ ഭാര്യയുടെ ശവം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിന് കാശില്ലാതെ വന്നപ്പോ ആ ഹോസ്പിറ്റലിൽ ജീവനക്കാരോട് സംസാരിച്ചില്ലേ, എന്റെ ഭാര്യയുടെ മൃതദേഹം ഒന്ന് വീട്ടിലെത്തിക്കാൻ കഴിയണം, എന്റെ കയ്യിൽ കാശില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ ജീവനക്കാരോട് സംസാരിച്ചപ്പോ എന്തേ സംഭവിച്ചു പോയത്? സമ്പത്തിന് വേണ്ട മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയില്ലേ? സാമ്പത്തികമായിരിക്കുന്ന മാർഗം മുമ്പിൽ കണ്ടുകൊണ്ട് മനുഷ്യത്വം പോലും കാറ്റിൽ പറത്തുന്ന അവസ്ഥ. ഏത് ജാതിയാണ്? സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയില്ല, കാരുണ്യത്തിന്റെ മുമ്പിൽ, സ്നേഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും ജാതി പ്രശ്നമില്ല. മതങ്ങൾ പ്രശ്നമാവരുത്, ബന്ധങ്ങൾ പ്രശ്നമാകരുത്. സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും വാഹനം കൊടുക്കാൻ ആ ഹോസ്പിറ്റൽ ജീവനക്കാർ തയ്യാറായില്ല. അവസാനം നമ്മുടെ മീഡിയകളിലൂടെ കണ്ടത്, നമ്മുടെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്, ആ സഹോദരൻ തന്റെ ഭാര്യയുടെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് സ്വന്തം ചുമരിലേക്ക് ഏറ്റിക്കൊണ്ട് നടന്നുപോയ രംഗമല്ലേ നമ്മൾ കണ്ടത്. എത്രയെത്ര മനുഷ്യത്വം എവിടെയാണ്? മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്, സഹായമാണ്. പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്, സാഹോദര്യത്തിന്റെ മതമാണെന്ന് നമ്മൾ പറയുന്നവരാണ്, കൊട്ടിഘോഷിക്കുന്നവരാണ്. ആ ഇസ്ലാമിക നാമധാരികളാകുന്ന നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. തന്റെ അയൽവാസി ആരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തന്റെ കൂട്ടുകാരനെ തിരിച്ചറിയാൻ കഴിയണം. അവരെ സ്നേഹിക്കാൻ കഴിയണം, സഹായിക്കാൻ നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ യഥാർത്ഥ ഒരു മുഅ്മിനായി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ മുഅ്മിൻ. യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ്? ആ മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ റോൾ മോഡലാക്കേണ്ടത്, അവന്റെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളുടെ ജീവിതമാണ് മാതൃകയാക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മനുഷ്യർക്കും മാതൃകയാണ്. മാതൃകാപരമായി കൊണ്ട് ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ ജീവിക്കണം, തന്റെ മാതാപിതാക്കളോട് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ് മുഅ്മിനായ മനുഷ്യനുള്ള ബന്ധം. ഏറ്റവും വലിയ ബന്ധമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകളോട് ഏറ്റവും അടുത്തവരാണ്. മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും അടുത്തത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ,
ആ നബി തങ്ങളുടെ നാമം, ആ നബി തങ്ങളുടെ മഹത്തായ പേര് അത് ജീവിതത്തിൽ പ്രകടമാകണം, ജീവിതത്തിൽ ഉറക്കെ പറയാൻ കഴിയണം. അതാണ് ബാങ്കിലൂടെ നമ്മളെ പ്രകടിപ്പിക്കുന്നത്. അതാണ് കുഞ്ഞിനെ പേരിടുമ്പോൾ നമ്മൾ ബന്ധപ്പെടുന്നത്, ആ പേര് ധരിപ്പിക്കുന്നത്. അതാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ബാങ്കും ഇഖാമത്തും നമ്മൾ കൊടുക്കുന്നത്. ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നു. തക്ബീറിന് ശേഷം, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ചൊല്ലുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അത് നബി തങ്ങളോടുള്ള ബന്ധമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ ബന്ധമാണ്. ആ പേര് നിർവഹിക്കാതെ ഒരിക്കലും നിസ്കാരം സാധ്യമല്ല. അതുപോലെയാണ് ഫർദായ നിസ്കാരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിക്കുന്നു. അത്തഹിയാത്തുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉറക്കെ പറയണം. അത്തഹിയ്യാത്തിൽ നമ്മൾ പതുക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മൾ ഉച്ചരിക്കുന്നു. അതൊരു മുഅ്മിനിന്റെ ബന്ധമാണ്. നബി തങ്ങളുടെ പേര് പറയാതെ, നബി തങ്ങൾക്ക് സലാം പറയാതെ നിസ്കാരം സ്വഹീഹല്ല. ഫർദായ നിസ്കാരത്തിൽ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ നബിയായിട്ടുള്ളവരെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സലാം പറയുന്നു. ഇതൊരു മുഅ്മിനിന്റെ ബന്ധമാണ്. ഏറ്റവും നിർബന്ധമായിരിക്കുന്ന ഇബാദത്താകുന്ന നിസ്കാരത്തിൽ പോലും നബി തങ്ങൾക്ക് സലാം പറയണമെങ്കിൽ, നബി തങ്ങൾക്ക് സലാം പറയാതെ നിസ്കാരം സ്വീകാര്യമല്ലെങ്കിൽ, നബി തങ്ങളെ പേരുച്ചരിക്കാതെ നിസ്കാരം സ്വീകാര്യമല്ലെങ്കിൽ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം എത്രയാണ്, അടുപ്പം എത്രയാണ്. ആ നബി തങ്ങളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ നബി തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. ആ നബി തങ്ങളോടുള്ള ബന്ധം അങ്ങേയറ്റം ഉള്ളവരായിരുന്നു മഹാന്മാരാവുന്ന സ്വഹാബത്ത്, മഹാന്മാരാവുന്ന ഔലിയാക്കളുടെ ബന്ധം അങ്ങനെയായിരുന്നു. അറിയില്ലേ നമുക്ക് മഹാനായിരിക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയാകുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അഭേദ്യമായിരിക്കുന്ന ബന്ധമുള്ളവരായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി തങ്ങളോടുകൂടെ കഴിയാൻ കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, സ്വന്തം നാടാകുന്ന മക്കയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ എത്തിയപ്പോ ആ ഘട്ടത്തിൽ ആരാരുമില്ലാത്ത ഘട്ടത്തിൽ കൂടെ കൂട്ടിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഓർ തുറന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോഴും കൂടെ ഉണ്ടായിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഗുഹയുടെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ചൊരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കയറിയിട്ട് പറഞ്ഞു, നബിയേ, ആദ്യമായിട്ട് ഞാനൊന്ന് പ്രവേശിക്കാം. എന്റെ നബി തങ്ങൾക്ക് എന്റെ നേതാവിനൊന്നും സംഭവിച്ചു പോകരുത്. അവിടുത്തെ ശരീരത്തിലൊരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. എഴുതുക്കളുണ്ടോ, മറ്റുള്ള മറ്റു ജീവികളുണ്ടോ, എന്തൊക്കെയാണ് അവിടെയുള്ളത്, വിഷജീവികളുണ്ടോ, എല്ലാം ഞാനൊന്ന് കടന്നുകൊണ്ട് പരിശോധിക്കട്ടെയോ, എന്നിട്ട് ശേഷം തങ്ങളൊന്ന് കടന്നാൽ മതി, ഞാൻ ആദ്യമായിട്ട് ഞാനൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാറന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുകൊണ്ടെല്ലാം പരിശോധിച്ചതിനു ശേഷം
സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു വരുത്തി ഗുഹയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓർത്തവരിന്റെ ഗുഹാമുഖത്തുള്ള മുഴുവൻ പഴുതുകളും അടയ്ക്കുകയാണ്. എല്ലാ ദ്വാരങ്ങളും അടച്ച് അവസാനം തന്റെ കാലിന്റെ തള്ളവിരൽ മാത്രം വെക്കാൻ പറ്റുന്ന ദ്വാരം തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അമർത്തിയിട്ട് ആ ദ്വാരം അടയ്ക്കുകയാണ്. അങ്ങനെ അടക്കിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കാലിൽ തലവെച്ചുകൊണ്ട് കിടക്കാൻ കൽപ്പിക്കുന്നു. നബി തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ ഘട്ടങ്ങളിലും നബി തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന നബി തങ്ങളുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കി നബി തങ്ങളോട് അഭേദ്യമായിരിക്കുന്ന ബന്ധം സ്ഥാപിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാഭാഗ്യത്തിന്റെ ഉടമയാണ്. അതല്ല മഹാനായിരിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അവിടുന്ന് പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം, ആ നിമിഷം എനിക്ക് ലഭിച്ചാൽ ഞാൻ എന്റെ ശരീരം, ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ നിമിഷം എനിക്ക് തരുകയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. ഏതാണ് ആ നിമിഷം? അവിടുന്ന് പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ടായിരുന്നത് അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഗാർ തൗർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ, ആ ഗാർ തൗർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ ഗുഹയുടെ ഉൾഭാഗത്ത് ആരാരുമില്ലാത്ത സമയത്ത് ശത്രുക്കൾ നാലുഭാഗത്തും നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയൂരിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് നാല് ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഒരു പേടിയുമില്ലാതെ തന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും ശരി, തന്റെ ജീവിതം മുഴുവനും ദീനിനു വേണ്ടി സമർപ്പിച്ചാലും എന്ത് സംഭവിച്ചാലും എന്റെ നേതാവ് എനിക്ക് വേണ്ടി എല്ലാമായ എന്റെ ജീവിതത്തിനേക്കാളേറെ, എന്റെ ശരീരത്തിനേക്കാളേറെ ഞാൻ ജീവിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ മഹത്വം കൽപ്പിക്കുന്ന എന്റെ നേതാവ് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുമായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, ആ നിമിഷം അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയില്ലേ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രധാനപ്പെട്ട നിമിഷം അതെന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചാൽ എന്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എത്ര വലിയ മഹത്വമാണ് ആ നബി തങ്ങളോടുള്ള അടുപ്പം, നബി തങ്ങളുമായിട്ടുള്ള സാമീപ്യം, നബി തങ്ങളുമായിട്ടുള്ള ബന്ധം. അതെത്ര മഹത്വമാണ്. മറ്റൊരു സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടില്ല. എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രവാചകന്മാരും ആഗ്രഹിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി ആ സമുദായത്തിൽ ഒരു അംഗമാവാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ആ ഭാഗ്യമാണ്, ആ മഹത്തായ ഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയത്. ആ പ്രവാചകനാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ പ്രവാചകനുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. ആ പ്രവാചകന്റെ മേലിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ സമയം കണ്ടെത്തേണ്ടത്. ആ സ്വലാത്തിന്റെ മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അവിടത്തേക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ സമർപ്പിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം മഹത്വങ്ങൾ നമുക്ക് നൽകുന്നു. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് എന്റെ മേലിൽ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 ഗുണങ്ങൾ നൽകുകയാണ്. 10 ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വലാത്തിന്റെ മജ്‌ലിസിലൂടെ നമുക്ക് എത്രമാത്രം മഹത്വങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ നീളുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് സ്വലാത്തിലൂടെയായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ധാരാളം സ്വലാത്തുകൾ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അവൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് മലക്കിന്റെ സഹായം കൂടാതെ, മലക്കിന്റെ മാധ്യമമില്ലാതെ അത് നേരിട്ട് ആ സ്വലാത്ത് സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നു. എനിക്ക് ചൊല്ലുന്ന സ്വലാത്ത് ഏത് ഭാഗത്ത് നിന്ന് ചൊല്ലിയാലും ആ സ്വലാത്ത് നേരിട്ട് എനിക്ക് എത്തുകയാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിന്റെ ഭവനത്തിൽ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നമുക്ക് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതാണ് ഒരു കലിമ പഠിപ്പിച്ചത്, ഇദാ ശിഅ്ത തഹിയാ ഹയാതൻ തവീലതാ വതഗ്നാമ ഫിദ്ദുനിയാ അമാനൻ ഫിൽ ഉഖറാ ഫസല്ലി അലാ ഖൈറിൽ അനാമി മുഹമ്മദാ യുസല്ലി അലൈക അല്ലാഹു അൻ മർറതൻ അശ്റാ. നീ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിനക്ക് ഉയർച്ച, ജീവിതത്തിൽ നിനക്ക് ആയുസ് ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിനക്ക് നേട്ടങ്ങൾ കൊഴിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഖിറത്തിൽ നിനക്ക് നിർഭയത്വം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. അങ്ങനെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഗുണങ്ങൾ നമുക്ക് നൽകുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയണം. അതല്ല മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ 3 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കിവെക്കാം നബിയേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, ഉമറേ, നിന്റെ ജീവിതത്തിൽ നീ എത്ര അധികരിക്കാൻ നിനക്ക് സാധിക്കുമോ, സ്വലാത്തിനെ എത്ര അധികരിപ്പിക്കാൻ നിനക്ക് കഴിയുമോ, അതിനനുസരിച്ച് പുണ്യം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. എന്നാൽ അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഞാൻ 2 ഭാഗം സ്വലാത്തിന് വേണ്ടി നീക്കിവെക്കുന്നു. അവിടുന്ന് പറഞ്ഞു, എത്ര അധികരിപ്പിക്കാൻ നിനക്ക് കഴിയുമോ അത്രയും ഗുണമാണ്. എന്നാൽ അവിടുന്ന് പറയുന്നു, ഞാൻ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഗുണങ്ങൾ ചെയ്യുമെന്ന്, ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അത്രയും വലിയ നേട്ടമാണ്, മഹത്വമാണ് സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് 12 കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളെയും അവന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ മാസത്തിൽ നടക്കുന്ന ഈ സ്വലാത്തിന്റെ മജ്‌ലിസ്, ആ സ്വലാത്തിന്റെ മജ്‌ലിസിൽ
നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ ധാരാളം ദുആ ചെയ്യാറുണ്ട്. നേരത്തെ ഉസ്താദുടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകണം. പ്രയാസമുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം റാഹത്തും ജീവിതത്തിൽ നൽകുമാറാകണം. ഒരുപാട് സഹോദരിമാരും ഈ സലാത്തിൻ്റെ അവധിയെ കുറിച്ചുകൂടി അവരുടെ സഹോദരന്മാരും നമ്മുടെ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകണം. ഇത് കാരണം ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് കാരണം നാളെ അവൻ്റെ ജന്നാത്തുൽ നഈമിൽ നാളെ സന്തോഷത്തോടുകൂടെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവരും നമ്മളെ സഹായിച്ചവരും സഹകരിച്ചവരും ഭക്ഷണം നൽകിയവരും അതുപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരും നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരെയും സ്വർഗീയ വകയത്തിൽ അനുഗ്രഹിക്കുമാറാകണം.